ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഇന്ന് നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിലെ സെക്കൻഡ് മൊഡ്യൂളിൽ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസിലെ മെട്രിസസ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. മെട്രിസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെട്രിക്സിൻ്റെ പ്ലൂറൽ ഫോമാണ്. അതായത് ഒരുപാട് മെട്രിക്സുകളെ ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണ് മെട്രിക്സസ്. സോ മെട്രിക്സുകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു മൊഡ്യൂളിന് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ് പേര് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം മെട്രിക്സ് എന്താണെന്ന് നോക്കാം. മെട്രിക്സ് ഈസ് എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ ടു എ ഫിക്സഡ് നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്. സോ മെട്രിക്സ് എന്താണ്? മെട്രിക്സ് ഈസ് എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ്. മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നമ്പറുകളുടെ കളക്ഷനാണ്. അത് റോസ് ആൻഡ് കോളംസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ കുറേ നമ്പറുകളെ റോസും കോളംസും ആയി അറേഞ്ച് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയാം. നോർമലി നമ്മൾ മെട്രിക്സിനെ ഇതുപോലെയുള്ള റെക്റ്റാങ്കുലർ ബ്രാക്കറ്റിനകത്താണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു റെക്റ്റാങ്കുലർ ബ്രാക്കറ്റിനകത്ത് നമ്മൾ നമ്പറുകളെ റോസും കോളംസുമായി അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് മെട്രിക്സ്. സോ റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പറുകളെ ഹൊറിസോണ്ടലി അറേഞ്ച് ചെയ്യുന്നു. കോളംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വേർട്ടിക്കലി അറേഞ്ച് ചെയ്യുന്നതിനെയാണ് കോളംസ് എന്ന് പറയുക. സോ ഒരു റെക്റ്റാങ്കുലർ ബ്രാക്കറ്റിനകത്ത് നമ്പറുകളെ ഫിക്സഡ് നമ്പർ ഓഫ് കോളംസ് ആൻഡ് ഫിക്സഡ് നമ്പർ ഓഫ് റോസ് ആയി അറേഞ്ച് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്കിനി മെട്രിക്സിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സോ ഇവിടെ എ, ബി ആൻഡ് സി, എയും ബിയും സിയും ഒക്കെ ഡിഫറെൻറ്റ് മെട്രിക്സുകളാണ്. ഇവിടെ ശ്രദ്ധിക്കുക, എനെ നമ്മൾ എന്തിനകത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഒരു റെക്റ്റാങ്കുലർ ബ്രാക്കറ്റിനകത്ത്. ഇതാ ബി ആണെങ്കിലും ഒരു റെക്റ്റാങ്കുലർ ബ്രാക്കറ്റ്. സോ ഇങ്ങനെ റെക്റ്റാങ്കുലർ ബ്രാക്കറ്റിനകത്ത് നമ്പറുകളെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് മെട്രിക്സ് എന്ന് പറയാം. വെറുതെ അങ്ങ് നമ്പറുകളെ അറേഞ്ച് ചെയ്തതാണോ? അല്ല. ഫിക്സഡ് നമ്പർ ഓഫ് റോസും കോളംസും ഒക്കെ ആയിട്ടാണ് നമ്മൾ നമ്പറുകളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഓരോന്നിലും എത്ര റോസും എത്ര കോളംസും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എക്കകത്ത് എത്ര റോസ് ഉണ്ട്? എക്കകത്ത് 2 റോസ് ഉണ്ട്, 2 റോസ് ആൻഡ് സിംഗിൾ കോളം. ആൻഡ് ഇൻ കേസ് ഓഫ് ബി 2 റോസ് ആൻഡ് 3 കോളംസ്. സിയുടെ കേസിൽ 3 റോസ് ആൻഡ് 2 കോളംസ്. ഇങ്ങനെ ഫിക്സഡ് നമ്പർ ഓഫ് റോസും ഫിക്സഡ് നമ്പർ ഓഫ് കോളംസുമായിട്ട് നമ്പറുകളെ ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ബ്രാക്കറ്റിനകത്ത് അറേഞ്ച് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയാം. മെട്രിക്സുകളെ യൂഷ്വലി ക്യാപിറ്റൽ ലെറ്ററുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യാം. ഇവിടെ ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഏത് നമ്പറോ ഏത് ലെറ്ററും ആവും, ക്യാപിറ്റൽ എമ്മോ ക്യാപിറ്റൽ സെഡോ, അങ്ങനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നോർമലി നമ്മൾ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യാം. സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് ഓർഡർ ഓഫ് എ മെട്രിക്സ്. നമ്മൾ ഏതൊരു മെട്രിക്സ് എടുത്തിട്ടുണ്ടെങ്കിലും അതിന് അതിൻ്റേതായ ഒരു ഓർഡർ ഉണ്ടായിരിക്കും. സോ എന്താണ് ഓർഡർ? ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൊട്ടേഷനാണ്. നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ്, നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ്. ഓക്കെ, എം റോസും എൻ കോളംസും ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർഡറിനെ നമ്മൾ എം ഇൻറ്റു എൻ എന്ന് എഴുതും. പക്ഷെ വായിക്കുന്നത് എം ബൈ എൻ എന്നായിരിക്കും. എം ഇൻറ്റു എൻ അഥവാ നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് നമ്മൾ എഴുതുമെങ്കിലും വായിക്കുക എം ബൈ എൻ. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എം ഇൻറ്റു എൻ എന്ന് എഴുതും, എന്നിട്ട് എം ബൈ എൻ ഓർഡർ എന്ന് വായിക്കും. എക്സാമ്പിൾ നോക്കാം. സോ ഇവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. സോ 15, 9, -5.
ഈ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസ് എത്രയാണ്? ഇവിടെ ഒരു റോ മാത്രമേ ഉള്ളൂ. ഒരു റോ മാത്രമേ ഉള്ളൂ. എത്ര കോളംസ് ഉണ്ട്? 2, 3. 3 കോളംസ്. സോ ഇതിൻ്റെ ഓർഡർ നമ്മൾ എങ്ങനെ എഴുതും? 1 റോ 3 കോളംസ്. സോ 1 into 3. പക്ഷെ നമ്മൾ എങ്ങനെയാണ് വായിക്കുക? 1/3. സോ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 1/3. ഓക്കെ, അടുത്ത ഒരു മെട്രിക്സ് ശ്രദ്ധിക്കുക. ഈ മെട്രിക്സിനകത്ത് എത്ര റോസ് ഉണ്ട്? 4 റോസ്. എത്ര കോളംസ് ഉണ്ട്? 5 കോളംസ്. സോ 4 റോസ് ആൻഡ് 5 കോളംസ്. സോ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? 4/5 ഓർ 4 into 5. 4 into 5 എന്ന് എഴുതെങ്കിലും വായിക്കുക 4/5. സോ ഈ മെട്രിക്സിൻ്റെ ഓർഡറാണ് 4/5. സോ ഇവിടെ ഓരോ മെട്രിക്സിൻ്റെയും ഓർഡർ നോക്കാം. എക്കകത്ത് എത്ര റോസ് ഉണ്ട്? എക്കകത്ത് 2 റോസ്, സിംഗിൾ കോളം. സോ ഓർഡർ ഈസ് 2/1. ബിക്കകത്ത് 2 റോസ് 3 കോളംസ്. സോ ഓർഡർ എന്താണ്? 2/3. നമ്മൾ 2 into 3 എന്നാണ് എഴുതുക, പക്ഷെ വായിക്കുന്നത് 2/3. ഇനി സിക്കകത്ത് എത്ര റോസ് ഉണ്ട്? 1, 2, 3. 3 റോസ് 2 കോളംസ്. സോ സിയുടെ ഓർഡർ ഈസ് 3/2. ഓർഡർ ഓഫ് എ മെട്രിക്സ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏതൊരു മെട്രിക്സ് എടുത്തിട്ടുണ്ടെങ്കിലും ആ മെട്രിക്സിൻ്റെ അതിൻ്റേതായ ഒരു ഓർഡർ ഉണ്ടായിരിക്കും. ഓർഡർ ഇല്ലാത്ത മെട്രിക്സുകൾ ഉണ്ടായിരിക്കില്ല. ഇനി സിംഗിൾ എലമെൻ്റ് ഉള്ള മെട്രിക്സ് ആണെന്ന് വിചാരിക്കാം. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? ഇവിടെ ഒരു റോയും ഒരു കോളും ആണ്. സോ ഇതിൻ്റെ ഓർഡർ ഈസ് 1/1. 2 ആണ് എലമെൻറ്റ് ഓക്കെ, 4 എലമെൻ്റ് ആണെങ്കിലും ഓർഡർ എന്തായിരിക്കും? 1/1. സോ ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സുകൾ നോക്കാം. ഫസ്റ്റ്, റോ മെട്രിക്സ്. ഒരു മെട്രിക്സിനകത്ത് സിംഗിൾ റോ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ആ മെട്രിക്സിനെ പറയുന്ന പേരാണ് റോ മെട്രിക്സ്. ഒരു റോ മാത്രമുള്ള മെട്രിക്സിനെ പറയുന്ന പേരാണ് റോ മെട്രിക്സ്. സോ ഇവിടെ ഒരു റോയേ ഉള്ളൂ, പക്ഷേ എന്താണ്, ഒരുപാട് കോളംസ് ഉണ്ടായിരിക്കും. ഈ എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഇവിടെ എ എന്ന് പറഞ്ഞ മെട്രിക്സിനകത്ത് ഒറ്റ റോയേ ഉള്ളൂ, 1, 3, 9 എന്ന് പറഞ്ഞ സിംഗിൾ റോയേ ഉള്ളൂ. പക്ഷേ കോളംസ് 3 ഉണ്ട്, 1, 3 and 9. ഇത് ഓരോന്നും ഓരോ കോളംസ് ആണ്. സോ ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 1/3 ആണ്. പക്ഷേ ഇതിനകത്ത് ഒരു റോ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു റോ മാത്രമുള്ള മെട്രിക്സിനെ നമ്മൾ പറയുന്ന പേരാണ് റോ മെട്രിക്സ്. എ m/n മെട്രിക്സ് ഈസ് കോൾഡ് എ റോ മെട്രിക്സ് ഇഫ് m = 1. ഒരു റോ മാത്രമുള്ള മെട്രിക്സിനെ നമ്മൾ പറയുന്ന പേരാണ് റോ മെട്രിക്സ്. റോ മെട്രിക്സ് എന്ന് കേൾക്കുമ്പോൾ കോളം ഇല്ലാത്ത മെട്രിക്സ് എന്ന് വിചാരിക്കരുത്, റോ മാത്രമുള്ള മെട്രിക്സ് എന്ന് വിചാരിക്കരുത്. ഇതിനകത്ത് ഒരു റോയേ ഉണ്ടായിരിക്കുള്ളൂ, കോളംസ് എത്ര വേണമെങ്കിലും ആകാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് കോളം മെട്രിക്സ്. കോളം മെട്രിക്സ് അപ്പോൾ എന്തായിരിക്കും? ഒരു കോളം മാത്രമുള്ള മെട്രിക്സിനെ നമ്മൾ കോളം മെട്രിക്സ് എന്ന് പറയും. ഇതിനകത്ത് ഒരുപാട് റോസ് ഉണ്ടായിരിക്കും, പക്ഷെ ഒരു കോളം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഒരു കോളം മാത്രമുള്ള മെട്രിക്സിനെയാണ് നമ്മൾ കോളം മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 12, 35, 67. So next type of matrix is square matrix.
A square matrix is a matrix that has the same number of rows and columns. That is, if m is equal to n. അതായത് സ്ക്വയർ മെട്രിക്സ് എന്താണ്? സെയിം നമ്പർ ഓഫ് റോസും സെയിം നമ്പർ ഓഫ് കോളംസും. റോസിൻ്റെയും കോളംസിൻ്റെയും നമ്പർ ഈക്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സ്ക്വയർ മെട്രിക്സ്. എന്താ ഇവിടെ എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ ഫസ്റ്റത്തെ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 1:1/1. 1/1. ഒരു റോയും ഒരു കോളവും. സോ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്, ഓർഡർ 1 ആയിട്ടുള്ളത്. ഇവിടെ ഇതൊരു 2/2 സ്ക്വയർ മെട്രിക്സ് ആണ്, 2 റോസ് 2 കോളംസ്. ഇതൊരു 3/3 സ്ക്വയർ മെട്രിക്സ് ആണ്. സോ സ്ക്വയർ മെട്രിക്സ് എന്താണ്? റോസിൻ്റെയും കോളംസിൻ്റെയും എണ്ണം ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് 4/4 സ്ക്വയർ മെട്രിക്സ് ഉണ്ടാക്കാം, 5/5 സ്ക്വയർ മെട്രിക്സ് ഉണ്ടായിരിക്കാം. അങ്ങനെ റോസും കോളംസും ഈക്വൽ ആയിട്ട് നമുക്ക് എത്ര സ്ക്വയർ മെട്രിക്സ് വേണമെങ്കിലും ഉണ്ടാക്കാം. സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമുള്ള മെട്രിക്സിനെയാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ ബാക്കി എലമെൻറ്റ്സ് എന്തായിരിക്കും? ഡയഗണലിലല്ലാത്ത എലമെൻറ്റ്സ്, ബാക്കി എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും. സോ എ സ്ക്വയർ മെട്രിക്സ് വിത്ത് ഇറ്റ്സ് ഓൾ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആസ് 0. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, അതിൻ്റെ ഓൾ നോൺ ഡയഗണൽ എലമെൻറ്റ്സും 0 ആയിരിക്കും. എക്സാമ്പിൾ നോക്കൂ. ഡയഗണൽ എലമെൻറ്റ്സ് അല്ലാത്ത നമ്പേഴ്സ് എല്ലാം 0 ആയിരിക്കും. സോ അങ്ങനെയുള്ള മെട്രിക്സുകളെ പറയുന്ന പേരാണ് ഡയഗണൽ മെട്രിക്സ്. സോ ഇതാണ് അതിൻ്റെ ഡയഗണൽ. ഈ ഒരു ഡയഗണലിലുള്ള നമ്പേഴ്സ് അല്ലാത്ത എല്ലാ നമ്പറുകളും 0 ആയിരിക്കും. സോ നെക്സ്റ്റ് ഈസ് സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇതിനകത്തുള്ള എല്ലാ എലമെൻസും സീറോസ് ആയിരിക്കും. ഓൾ എലമെൻറ്റ്സ് വിൽ ബി 0. എ മെട്രിക്സ് ഈച്ച് ഓഫ് ഹൂസ് എലമെൻറ്റ്സ് ഈസ് 0 ആൻഡ് ഈസ് കോൾഡ് എ സീറോ മെട്രിക്സ്. എല്ലാ എലമെൻറ്റ്സും 0 ആണെങ്കിൽ ആ മെട്രിക്സിനെ നമ്മൾ സീറോ മെട്രിക്സ് എന്ന് പറയും. ഇറ്റ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ 0 and it is also called null matrix. 0 എന്നാണ് ഡിനോട്ട് ചെയ്യുക. സീറോ മെട്രിക്സിനെ നമ്മൾ നൾ മെട്രിക്സ് എന്നും പറയും. സോ ഇവിടെ നോക്കാം, എ ബി ആൻഡ് സി ഇതെല്ലാം സീറോ മെട്രിക്സുകളാണ്. ഓൾ എലമെൻറ്റ്സ് 0 ആണ്. ഇതൊരു സീറോ മെട്രിക്സ് എപ്പോഴും സ്ക്വയർ മെട്രിക്സ് ആയിക്കൊള്ളണമെന്നില്ല. ഡയഗണൽ മെട്രിക്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഡയഗണൽ മെട്രിക്സ് ഒക്കെ സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. പക്ഷെ സീറോ മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആവണമെന്ന് നിർബന്ധമില്ല. ഇവിടെ എ എന്താണ്? എ ഒരു റോ മെട്രിക്സ് ആണ്, ആൻഡ് ബി ഒരു കോളം മെട്രിക്സ് ആണ്, സി ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. സോ ഇങ്ങനെയുള്ള ഏത് ടൈപ്പ് ഓഫ് മെട്രിക്സ് എടുത്താലും അതിനകത്തുള്ള എല്ലാ നമ്പേഴ്സും 0 ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സീറോ മെട്രിക്സ് എന്ന് പറയും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് സ്കേലാർ മെട്രിക്സ്. Scalar matrix is a square matrix when given in the form of a scalar multiplication to an identity or unit matrix is called a scalar matrix. Scalar matrix എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് നോൺ സീറോ ആയിരിക്കും, ബട്ട് നോട്ട് ആൻഡ് ഡയഗണൽ എലമെൻറ്റ്സ് ഈക്വലുമായിരിക്കും. സോ ഒരു ഡയഗണൽ മെട്രിക്സ് അതിൻ്റെ എല്ലാ ഡയഗണൽസും
ഈക്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്കേലാർ മെട്രിക്സ്. സോ ഇവിടെ എക്സാമ്പിൾ നോക്കുക. ഡയഗണൽ എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. സോ സ്കേലാർ മെട്രിക്സ് എന്തായിരിക്കും? ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ നോൺ സീറോ എലമെൻറ്റ്സ് ആയിരിക്കുള്ളൂ. ആ നോൺ സീറോ എലമെൻറ്റ് ഈക്വൽ ആയിരിക്കും. ഓക്കെ. സോ ഇവിടെ എല്ലാ എലമെൻറ്റ്സും എ ആണ്. ഇതൊരു 2x2 മെട്രിക്സ് ആണ്. വേണമെങ്കിൽ നമുക്കൊരു 3x3 മെട്രിക്സിനെയും സ്കേലാർ മെട്രിക്സ് എന്ന് പറയാം. ആ ഡയഗണലിൽ വരുന്ന 3 എലമെൻറ്റ്സും ഈക്വൽ ആയാൽ മതി. നെക്സ്റ്റ് ഈസ് യൂണിറ്റ് മെട്രിക്സ്. യൂണിറ്റ് മെട്രിക്സ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മെട്രിക്സ് ആണ് യൂണിറ്റ് മെട്രിക്സ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതും ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ നോൺ സീറോ ആയിരിക്കുള്ളൂ. പക്ഷേ എല്ലാ ഡയഗണൽ എലമെൻറ്റ്സും 1 ആയിരിക്കും. ഓക്കെ. എല്ലാ ഡയഗണൽ എലമെൻറ്റ്സും 1 ആയിരിക്കും. സോ ഇതൊരു I3 ആണ്. I എന്നാണ് നമ്മൾ സാധാരണയായിട്ട് ഐഡൻറ്റിറ്റി മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുക. ഇതൊരു I3 മെട്രിക്സ് ആണ്. I4 എന്നാണ് പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു I3 ആണ്. കാരണം ഈ മെട്രിക്സിൻ്റെ ഓർഡർ 3x3 ആണ്. സോ ഇതൊരു 3 ഓർഡർ ആയിട്ടുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. സോ യൂണിറ്റ് മെട്രിക്സ് ഈസ് എ സ്കേലാർ മെട്രിക്സ് ഓഫ് whose diagonal element is unity or 1 is called a unit matrix or an identity matrix. A unit matrix of order n is written as IN എന്നാണ് എഴുതുക. ഓക്കെ. എപ്പോഴും സ്ക്വയർ മെട്രിക്സിന് പറയുന്നതുകൊണ്ട് അതിൻ്റെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിരിക്കും. സോ ഓർഡർ എന്തായിരിക്കും? n ആയിരിക്കും. ഓക്കെ. ഇനി I2 നമുക്ക് ഉണ്ടാക്കാം. I2 എങ്ങനെയായിരിക്കും വരിക? I2 ഒരു 1 0 0 1 ഇതായിരിക്കും I2. I3 ആണെങ്കിൽ അഗെയിൻ ഇവിടെ 0 ഉണ്ടായിരിക്കും, ഇവിടെ 0 0 0 1 ഇതായിരിക്കും I3. I4 ആണെങ്കിൽ 4 റോസ് ഉണ്ടായിരിക്കും, 4 കോളംസ്, ഡയഗണൽ എലമെൻറ്റ്സ് 1 ആയിരിക്കും, ബാക്കി എല്ലാ എലമെൻറ്റ്സും സീറോസ് ആയിരിക്കും. ഇങ്ങനെ I5 I10 അങ്ങനെ എത്ര ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മെട്രിക്സിൻ്റെ കേസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സസ് ആണ് ട്രയാങ്കുലാർ മെട്രിസസ്. ഒരു മെട്രിക്സിനകത്ത് അതിൻ്റെ ഡയഗണൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമെങ്കിൽ ആ മെട്രിക്സുകളെ പറയുന്ന പേരാണ് ട്രയാങ്കുലാർ മെട്രിക്സ്. സോ ഇവിടെ 2 ടൈപ്പ് ഓഫ് ട്രയാങ്കുലാർ മെട്രിക്സുകളുണ്ട്. സോ ഇവിടെ കണ്ടോ, ഡയഗണൽ യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു. ഇവിടെ അതുപോലെ ഡയഗണൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഡയഗണൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരം മെട്രിക്സുകളെ പറയുന്ന പേരാണ് ട്രയാങ്കുലാർ മെട്രിക്സ്. ട്രയാങ്കുലാർ മെട്രിക്സുകൾ 2 ടൈപ്പ് ഉണ്ട്. അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സുകളും ലോവർ ട്രയാങ്കുലാർ മെട്രിക്സുകളും. ഡയഗണൽ യൂസ് ചെയ്തുകൊണ്ട് മെട്രിക്സിൻ്റെ മുകൾ ഭാഗത്താണ് നമ്മൾ ട്രയാങ്കിൾ വരച്ചതെങ്കിൽ അതിനെ നമ്മൾ എന്തു പറയുന്നു? അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ്. മെട്രിക്സിൻ്റെ ലോവർ സൈഡിലോട്ടാണ് നമ്മൾ ട്രയാങ്കിൾ വരച്ചതെങ്കിൽ അതിനെ നമ്മൾ എന്തു പറയുന്നു? ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ്. ഈ ട്രയാങ്കിൾ വരച്ച ആ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിലെ എല്ലാ എലമെൻറ്റ്സും നോൺ സീറോ ആയിരിക്കും. 0 വന്നാലും കുഴപ്പമില്ല. പക്ഷേ ഈ ട്രയാങ്കിൾ വരയ്ക്കാത്ത ഏരിയയിലുള്ള എല്ലാ എലമെൻറ്റ്സും എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് ഈസ് എ സ്ക്വയർ മെട്രിക്സ്
in which all the entries above the main diagonal are 0. സോ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ഇതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഓൾ ദ എൻട്രീസ് എബോവ് ദ മെയിൻ ഡയഗണൽ ആർ 0. ഡയഗണൽ, മെയിൻ ഡയഗണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഡയഗണലിൻ്റെ മുകളിലോട്ടുള്ള എല്ലാ എൻട്രീസും 0 ആയിരിക്കണം. സോ ഇങ്ങോട്ട് താഴോട്ട് വരുന്ന നമ്പേഴ്സിൽ 0 വന്നാലും കുഴപ്പമില്ല. പക്ഷേ മുകളിലോട്ടുള്ള ഡയഗണലിന് മുകളിലോട്ടുള്ള എല്ലാ എലമെൻസും 0 ആണെങ്കിൽ നമ്മൾ ആ മെട്രിക്സിനെ പറയും ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ്. ഓക്കെ. ആൻഡ് അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്താണ്? എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ദ എൻട്രീസ് അണ്ടർ ദ മെയിൻ ഡയഗണൽ ആർ 0. സോ അപ്പർ ട്രയാങ്കുലാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെട്രിക്സ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഡയഗണലിൻ്റെ താഴോട്ടുള്ള എല്ലാ എലമെൻസും 0 ആണ്, അല്ലെങ്കിൽ ഡയഗണലിൻ്റെ മുകളിലോട്ടുള്ള എലമെൻറ്റ്സ് നോൺ 0 ആണ്. ഈ മുകളിലുള്ള എലമെൻറ്റ്സിൽ നമുക്ക് എന്തും വരാം, അവിടെയും നമുക്ക് സീറോസ് വരാം. പക്ഷേ താഴോട്ട്, ഈ ഡയഗണലിൻ്റെ താഴോട്ട് എല്ലാ എലമെൻറ്റ്സും 0 ആണെങ്കിൽ അതിനെ നമ്മൾ അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറയും. ഓക്കെ. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, ശ്രദ്ധിക്കുക. സോ ഇതൊരു അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് ആണ്, കണ്ടോ? ആൻഡ് ഈ ഒരു ഡയഗണലിൻ്റെ മുകളിലോട്ടുള്ള എലമെൻറ്റ്സ് മാത്രമേ നോൺ 0 ഉള്ളൂ. ബാക്കി ഡയഗണലിൻ്റെ താഴോട്ടുള്ള എല്ലാ എലമെൻറ്റ്സും 0 ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇതിനകത്തും സീറോസ് വരുന്നുണ്ട്. ഇങ്ങനെ സീറോസ് വരാം, പക്ഷെ ഇവിടെ ഒന്നും എന്തില്ല, നോൺ 0 എലമെൻറ്റ്സ് ഇല്ല. ഡയഗണലിൻ്റെ താഴോട്ടുള്ള എല്ലാ എലമെൻറ്റ്സും 0 ആണ്. സോ ഇങ്ങനെയുള്ള മെട്രിക്സുകളെ നമ്മൾ പറയുന്ന പേരാണ് അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ്. അതുപോലെ ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് നോക്കുക. ഡയഗണലിൻ്റെ താഴോട്ടുള്ള എല്ലാ എലമെൻറ്റ്സും 0 അല്ല, പക്ഷെ ഡയഗണലിന് മുകളിലോട്ടുള്ള എല്ലാ എലമെൻറ്റ്സും സീറോസ് ആണ്. സോ ഇവിടെയും കണ്ടോ ഒരു 0 വരുന്നുണ്ട് ഡയഗണലിൽ, അതൊരു പ്രശ്നമല്ല. പക്ഷെ ഡയഗണലിൻ്റെ മുകളിലോട്ടുള്ള എല്ലാ എലമെൻറ്റ്സും സീറോസ് ആയിരിക്കണം. ഇങ്ങനെയുള്ള മെട്രിക്സുകളെയാണ് നമ്മൾ ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറയുക. A matrix that is either upper triangular or lower triangular is called a triangular matrix. Triangular matrix എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെട്രിക്സ് either upper triangular or lower triangular, ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിനെ നമ്മൾ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, ലിസൺ, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഒരു മെട്രിക്സിനകത്ത് ഈ ഡയഗണൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് പലതരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും. അങ്ങനെയൊന്നുമുള്ള ട്രയാങ്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഇങ്ങനെയുള്ള, അതായത് ഡയഗണൽ കംപ്ലീറ്റ്ലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ട്രയാങ്കിൾസിനെ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ, ട്രയാങ്കുലാർ മെട്രിസസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുള്ളൂ. സോ ഇത്രയും ടൈപ്സ് ഓഫ് മെട്രിസസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈക്വൽ മെട്രിസസ് എന്താണെന്ന് പറയും. മെട്രിക്സുകളുടെ ഓപ്പറേഷൻസ്, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.